അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോണല്ല IBD3 പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഞങ്ങൾ BMW ഉണ്ടോ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ സ്കിൻ എങ്ങനെ മാറ്റുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരും ഗൈസ്. അപ്പോൾ ഞാൻ കൂടുതൽ പറയണില്ല, നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇൻട്രോ ഉണ്ടാവുക തന്നെ എന്താ നമ്മളിന്ന് പറയാൻ പോണത് നമ്മുടെ IBD3 പുതിയ അപ്ഡേറ്റാണ്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലൈയിങ് ബ്രൂം എന്ന് പറഞ്ഞിട്ട് ആ ലിങ്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ flyingBroom.glb പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതാ ഇതുപോലത്തെ ഒരു ബ്രൂം കിട്ടും. ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഫ്ലൈയിങ് ബ്രൂം എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഫ്ലൈയിങ് ബ്രൂം കിട്ടും. നിങ്ങളൊരു വട്ടം എടുത്തിട്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഞാനിത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കാണിച്ചത്, നമ്മൾ സാധാ ഹെലികോപ്റ്ററൊക്കെ കൺട്രോൾ ചെയ്യണ പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ എന്താ, എയർപോർട്ടിലേക്ക് പോയാലോ, നാഗ്പൂർ എയർപോർട്ടാണ്. പിന്നെ മറ്റേ ഇവിടുത്തെ ബോർഡ് നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് നോക്കിയപ്പോൾ കല്യാൺ നഗർ എന്നിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ സ്ഥലത്തിൻ്റെ പേര് മാറ്റിയിട്ട് നാഗ്പൂരിനാക്കിയപ്പോൾ 2 വിമാനമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ അത് കയറാൻ പറ്റുന്ന വിമാനമാണ് ഗൈസ്. അതിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. വിമാനം പൊന്തും ഗൈസ്. കാണിച്ചാൽ അതിൻ്റെ മുകളിൽ ഇറങ്ങാൻ പറ്റും, നമുക്ക് പറ്റും. പക്ഷെ അതിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തുന്നു. പിന്നെ ഈ അയൺമാൻ്റെ സൂട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അയൺമാൻ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ കണ്ട ഗൈസ്, ഇങ്ങനെ പൊന്തിയ ചെറുതായിട്ട് നേരത്തെ. എന്നിട്ട് മോളിക്കിനി ഇപ്പോൾ ഇത് കയറാൻ പറ്റുമോ? മുകളിലാണ് ആ റൂമുള്ളത്. ഒന്നും കൂടെ വിളിക്കുക. ഈ F1 കാറില്ല, F1 കാറിലൊന്ന് കയറണ റൂം കയറാം ഭർത്താം, അല്ലെങ്കിൽ വേണ്ട F1 കാറിൽ കയറാം. അതിൽ കുറേ ദിവസമായി കയറിയിട്ട് ഗൈസ്. ഇനി F1 കാറിൻ്റെ ലിങ്കും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട ഈ അയൺമാൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സ് കൊടുക്കാം. ഈ F1ൻ്റെയും കൊടുക്കാം ഗൈസ്. കുറേ കാര്യങ്ങളുടെ ലിങ്കും ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊന്ന് ചടിക്കാം. കുറേ നേരം എയറിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇത് ഫ്ലിപ്പ് ചെയ്ത് ഗൈസ്. F1 കാർ ഫ്ലിപ്പ് ചെയ്ത് നിർത്താൻ റോട്ടും കൂടെ. ഇനി നമ്മൾ ഈ മല കയറിക്കാൻ പോവാണ് ഗൈസ് F1 കാറിനെ കൊണ്ട്. 250 km/h ഇതിൻ്റെ ഫുൾ സ്പീഡ്. മറ്റേ ഡിഫൻഡറൊക്കെ എത്ര 270 പോകുന്നുണ്ട് ഗൈസ്. അത്ര ആണ് തോന്നുന്നുണ്ട്, ഓർമ്മയില്ല കറക്റ്റായിട്ട്. പക്ഷെ എയറിൽ നിൽക്കണം ഫ്ലിപ്പ് ആവണതിനൊക്കെ ഇതന്നെ. ഇനി തിരിച്ചു പോവാം ഗൈസ് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. നമ്മൾ ഇവിടെ നിന്നല്ലേ വന്ന്, ഇവിടെ തന്നെ. ഗൈസ്, ഇത് മറ്റേ സിറ്റി അല്ലേ? ഇത് മറ്റേ സിറ്റിയാണ്. അത് മറ്റേ സിറ്റി. ഇത് ട്രെയിൻ ടണൽ കഴിഞ്ഞിട്ടൊരു സിറ്റി ഉണ്ട്. അവിടെ വണ്ടികളൊക്കെ ഉണ്ടാവും. മറ്റേ ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ആണ്ട് വണ്ടിയൊന്നും വരില്ലല്ലോ. ഇത് അവിടെയൊക്കെ വണ്ടികളുണ്ടാവും ഗൈസ്. ഇതിപ്പോൾ അവിടെ പെട്രോൾ പമ്പ് എത്താറായതാ. അയ്യോ, ഞാൻ ചേച്ചി നമ്മൾ അതിൻ്റെ ഒന്ന് ചാടി പോകുന്നു ഗൈസ്. ഇനി ബ്രൂം വിളിക്കാം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം ഗൈസ്. F1 കാർ ഇവിടെ നോട്ടെ. അങ്ങനെ പോയാൽ പോരെ എന്നൊക്കെ. ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഏതായാലും വണ്ടി ഇരിച്ചില്ലേ. വണ്ടിയല്ലല്ലോ ഇത് മറ്റേ ഫ്ലൈയിങ് ബ്രൂമല്ലേ. എന്തെങ്കിലും ആയിക്കോട്ടെ. വണ്ടികളൊക്കെ നല്ല കുഞ്ഞതായിട്ടാണ് ഗൈസ് കാണുന്നത്. കൊനിക്സൊക്കെ ഇതാ പോണ്. കൊനിക്സൊക്കെ എൻഡവർ
നമുക്ക് താഴത്തെ ഏതൊക്കെ വണ്ടികൾ കൊണ്ട് നോക്കാം ഗൈസ്. ഇങ്ങോട്ടല്ലല്ലോ, അങ്ങോട്ടല്ല, അല്ലേ നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോവാം. എന്താ ഇതിൻ്റെ മുകളിൽ ഈ ബിൽഡിങ്ങിന് എത്ര ഹൈറ്റ് ഉണ്ട് നോക്കാം ഗൈസ്. എന്താ ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിങ്, അതോ അതിൻ്റെ മുമ്പത്തെ ബിൽഡിങ്ങോ ആണോ? ഏതാ അത്? അതിൻ്റെ ഒരു ഹൈറ്റിൽ നോക്കിയാൽ നമുക്ക് ഇത് താഴത്ത് പോകാനുള്ള, താഴത്തേക്ക് പോകാനുള്ള. അപ്പോൾ അങ്ങനെ ഹൈറ്റൊക്കെ ഇത് ഏറ്റവും വലിയ ബിൽഡിങ് ഇതാവും, അറിയില്ല ഗൈസ്. അതൊക്കെ ഇപ്പം തന്നെ നമ്മൾ നോക്കണം, ഗെയിമിൻ്റെ ഡെവലപ്പറോട് വെച്ചറിയാം. ഓക്കെ, ഇതാണ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അതാവും, അറിയില്ല. നമുക്ക് അതാ വീട് നമ്മുടെ. കണ്ടു ഗൈസ്, ഇതാണ് എൻ്റെ മാക്സിമം ഹൈറ്റ് ഗൈസ്, നമ്മുടെ റൂമിൻ്റെ. ഞാൻ ഇപ്പോൾ മാക്സിമം ഹൈറ്റില്ല പോണതിൻ്റെ, അതാണ് ഞാൻ അങ്ങനെ കുഞ്ഞിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ തന്നപ്പോൾ അങ്ങനെയായി, അതേപോലെ അവിടെ ലാൻഡ് ചെയ്യാം. ഇപ്പം ചെയ്യണ്ട, അത് ചെയ്യാം. കാറിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യല്ലേ, എൻ്റെ ലംബോർഗിനി ഉറൂസിൻ്റെ മുകളിൽ എന്തായാലും ലാൻഡ് ചെയ്യണ്ട. ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയ കാറാണ്, ലാസ്റ്റ് വാങ്ങിയ കാറാണ്. ലാൻഡ് ചെയ്യല്ലേ, ചെയ്തില്ല. സ്വിമ്മിംഗ് പൂളിക്ക് വീണാലും ഒരു പ്രശ്നമില്ല. അടുത്ത അപ്ഡേറ്റ് ഇതാ 0002 അടിച്ച് അങ്ങനെ മോഡിഫൈ ചെയ്ത ഡിഫൻഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്താ RGS ടൂൾ എടുക്കാം. ഇവിടെ ഗൈസ് നിങ്ങളുടെ RGS ടൂൾ എടുക്കാം. RGS ടൂൾ എടുത്തിട്ട് കോഡ് ഒന്ന് ടൈപ്പ് ചെയ്യണം ഗൈസ്. ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യാം, എന്താ കാണിച്ചു തരാം. കോഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കെ, CODE അങ്ങനെ ടൈപ്പ് ചെയ്താൽ കോഡ് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. അപ്പോൾ സൈഡിൽ ഇങ്ങനെ വരും. എന്നിട്ട് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാർ 2 പറഞ്ഞിട്ടൊരു ഒന്ന് എഴുതിയിട്ടുണ്ട്, ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ടു നെയിം പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ക്ലിക്ക് ടു പേസ്റ്റ് കോഡ്സ് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ഫയൽ കൊടുക്കുക. ഇതാണ് നിങ്ങൾ നമ്മുടെ ഡിഫൻഡറിൻ്റെ കോഡ് അടിച്ചാൽ നിങ്ങൾ മോഡിഫൈ ചെയ്ത ഡിഫൻഡർ കിട്ടും. ഇതാ കണ്ടോ ഗൈസ്, മോഡിഫൈ ചെയ്തൊരു ഡിഫൻഡറാണ്. നമ്മുടെ ലാഡറൊക്കെ വെച്ചിട്ടുണ്ട്, ലാഡർ, സ്പോയിലർ, റൂഫിൻ്റെ മുകളിൽ ലൈറ്റ്, പിന്നെ ബാഗൊക്കെ വെക്കുന്ന സാധനം, ഫ്രണ്ടിൽ ബമ്പറിൻ്റെ അവിടെ ലൈറ്റ്. ഇതിപ്പോൾ വെടിച്ചാൽ തുളയില്ല, ഇതിൽ വെടിച്ചപ്പോൾ തുളയില്ല തോന്നുന്നുണ്ട്. ഇതിൽ പണ്ടൊക്കെ കാറിൽ തുളയുമായിരുന്നു വെടിച്ചാൽ. ഇനി വീൽസ് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആപ്പ് മോഡിഫിക്കേഷൻ്റെ ആപ്പ് പോയിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാം. പിന്നെ ലോഡ് CP അടിച്ചിട്ട് നമ്മൾ സ്കിന്ന് മാറ്റാം വണ്ടിയുടെ. അത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം ഗൈസ്. കുറേ പേര് അറിയാത്തുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ഏതാ കളറൊക്കെ? ബ്ലൂ ആക്കിയല്ലോ, ബ്ലൂ ആക്കി വെക്കാം. ബ്ലൂ രസമുണ്ട്, ബ്ലൂ ഇരുന്നോട്ടെ. ഇനി അടുത്തത് ഇത് കഴിഞ്ഞു, ഈ ആപ്പത്തെ കഴിഞ്ഞു. ക്ലോസ് ചെയ്യാം, ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ ലോഡ് CPയിൽ ഒന്ന് ചെയ്യാം. പിന്നെ RGS ടൂൾ എടുക്കുക, ഇതല്ലല്ലോ, RGS ടൂൾ എടുക്കുക, ലോഡ് CP എന്ന് ടൈപ്പ് ചെയ്യുക. ലോഡ് CO എന്നാണുള്ളത്, ലോഡ് CP അല്ലേ, CP. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പം നിങ്ങൾ നേരെ ഗാലറി പോകും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ കൊടുത്താൽ അവിടെ സൈഡിൽ ഡൺ എന്നാണ്. എന്നിട്ട് നിങ്ങൾ ഡൺ, അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ഡൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ CP എന്നൊന്ന് ടൈപ്പ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കാറിൻ്റെ സ്കിന്നായിട്ട് കിട്ടും ഗൈസ്. ഇതാദ്യം നിങ്ങൾ മാക്സിമം ഏത് വണ്ടിയിൽ യൂസ് ചെയ്യുമ്പോഴും വൈറ്റ് കളർ ആക്കാൻ നോക്കണം ഗൈസ്. എന്നുവെച്ചാൽ വൈറ്റ് കളർ ആക്കിയാലാണ് നമ്മൾ കറക്റ്റ് കളറാക്കി കിട്ടുള്ളൂ. ഞാൻ ഈ കളർ പിക്ചറാണ് സെലക്ട് ചെയ്തത്. ഞാൻ മറ്റേ ആദ്യം എൻ്റെ ഇൻട്രോയിൽ ഈ വീഡിയോൻ്റെ ഇൻട്രോയിൽ ഞാൻ മറ്റേ BMW ഓടിച്ചില്ലേ, BMW കാണിച്ചതില്ലേ നിങ്ങൾക്ക്. ഞാൻ ഇതുപോലെ സ്കിന്ന് മാറ്റിയിട്ട് അതിൽ ഇതാദ്യം റെഡായതുകൊണ്ട് റെഡും ഒരു മറൂൺ കളറാണ് കിട്ടിയത്. അപ്പോൾ കാറ് വൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കാൻ നോക്കുക ഗൈസ്, അതാണ് നല്ലത്. അല്ലെങ്കിൽ വേറെ കളറാവും. അയ്യോ വണ്ടി കൊള്ളാമല്ലോ ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ചാലഞ്ച് ചെയ്യാം. ചാലഞ്ച് ചെയ്ത് ഒന്നും കൂടെ കൊള്ളാവുമല്ലോ. ഇതെന്താ ഡോർ ഏരിയയായി? ചാലഞ്ച് പറഞ്ഞപ്പോൾ വണ്ടിക്ക് സന്തോഷമായിട്ട് ഡോർ ഏരിയയായി. ഇനിയിപ്പോൾ ഇത് വീണ ഒന്നും കൂടെ കേടില്ലേ? ഇല്ല, കേടുന്നില്ല. ഈ ചാലഞ്ച് ചെയ്യണം. അങ്ങോട്ട് പോയി ചെയ്യാം. അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് സ്പീഡിലൊന്നിട്ട് ചെയ്യാം. വീണില്ല ഗൈസ്. ഇനി നല്ല സ്പീഡ് പോയിട്ടാണ് കയറാം. എന്താ കയറണില്ലോ, മെല്ലെയാണല്ലോ കയറുന്നത്. ഇനി എന്താ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു ഗൈസ്. ഓക്കെ, നമുക്ക് പോവാം ഗൈസ്. പോവാം. നമുക്ക് വീട്ടിലേക്കല്ലേ പോകേണ്ടത്. അടുത്ത അപ്ഡേറ്റ് കാണിക്കാൻ വീട്ടിലേക്ക് പോവാം ഗൈസ്. ഇപ്പം ഇങ്ങനെ തന്നെയാണോ പോവുക? അമ്മേ, ഇപ്പം ശരിക്കും ക്രഷായി. ഈ വണ്ടിക്കാരനെ കൊണ്ട് ഈ വണ്ടി നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യിക്കുക ഗൈസ്. ഇത് നല്ല വണ്ടിയായിരുന്നു, അതും കൂടെ കൊണ്ടുപോയി കളഞ്ഞു. ഇനിയെന്താ ഈ ഡോറ് പൊട്ടിച്ചാൽ പൊട്ടൂല. നമുക്ക് ഈ വണ്ടി എടുത്തു വേണം, അതും കൂടെ പൊട്ടിക്കാം, വിട്ടുന്ന് പൊട്ടിക്കാം. ഓ ഗൈസ്, ഫ്ലിപ്പായി വണ്ടി ഇങ്ങനെ. നമുക്ക് ഏതാ വിളിക്കുക? ഫ്ലൈം റൂം വിളിക്കുന്ന അടുത്ത അപ്ഡേറ്റ് കാണിച്ചിടാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജെറ്റ് സ്കൈ ബൈക്ക് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷനിലല്ല, കമൻറ്റിൽ. അതൊന്ന് നിങ്ങൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലോഡ് കൊടുത്തിട്ട് jetskyBike.glb പറഞ്ഞ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് അങ്ങനത്തെ ജെറ്റ് സ്കൈ ബൈക്ക് കിട്ടും. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്. തന്നെ വേണം, കുറച്ച് ഇത് ഓടിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് മതി ഗൈസ്. എൻ്റെ ഫുൾ സ്പീഡ് എത്രയാണോ ഗൈസ്? ഇത് കയറ്റുമോ? ഇത് കയറുമോ? അയ്യോ കയറിയില്ല ഗൈസ്. ഞാൻ ഫുൾ സ്പീഡ് ഒന്നാ നോക്കണ്ട. ഈ ചാലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അവിടെ പോയിട്ട് നല്ല സ്പീഡിൽ വന്നിട്ട് കയറാം. അതിൻ്റെ അപ്പുറത്തേക്ക് കയറണമെന്നില്ല, ആ സ്ഥലത്തേക്ക് എത്തിയാൽ മതി. അത് കയറിയിട്ട് അവിടെ നിന്നാൽ മതി. അവിടെ ടച്ച് ചെയ്യുമെങ്കിലും ചെയ്താൽ മതി. മറ്റേ ടച്ച് ചെയ്തിട്ട് പോലില്ല, ടച്ച് ചെയ്താൽ മതി. ഞാൻ ചെയ്യില്ല. ടച്ച് ചെയ്തില്ല, കുഴപ്പമില്ല. നമുക്ക് ടച്ച് ചെയ്യാൻ കുറച്ച് പണിയാണ്. അയ്യോ, അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.